ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ അസ്ലം. വെൽക്കം ടു എജുപോർട്ട്. മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും വെച്ചിട്ട് പ്രോട്ടോൺ എങ്ങനെ കാണാം, ഇലക്ട്രോൺ എങ്ങനെ കാണാം, ന്യൂട്രോൺ എങ്ങനെ കാണാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾ നന്നായി ശ്രദ്ധിക്കുമല്ലോ. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വേണ്ട മക്കളെ. ഇവിടെ തന്നിരിക്കുന്നത് ആരാ? സോഡിയമാണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ആരാ? ഓക്സിജൻ. ഈ രണ്ട് എലമെൻറ്റ് വെച്ചിട്ട്, ഈ രണ്ട് മൂലങ്ങളെ വെച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാൻ പറ്റും. മക്കളെ, ഇവിടെ തന്നിരിക്കുന്ന സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര, മാസ് നമ്പർ എത്ര നമുക്ക് നോക്കാം. മക്കളെ, സോഡിയത്തിൻ്റെ അടിയിൽ തന്നത് എത്ര മക്കളെ? 11 ആണ്. ഈ 11 മക്കളെ അതിൻ്റെ അറ്റോമിക് നമ്പർ. മുകളിൽ എത്ര തന്ന മക്കളെ? 23 ആണ്. അപ്പോൾ ആ 23 അതിൻ്റെ മക്കളെ? മാസ് നമ്പർ. അവന് എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? അടിയിൽ തരുന്നതൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കാം. മുകളിൽ തരുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാസ് നമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ മക്കളെ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ അടിയിൽ തന്നിട്ടുണ്ട് എത്ര മക്കളെ? 8 ആണ്. ഓക്സിജൻ്റെ മാസ് നമ്പർ എത്ര? മുകളിൽ തന്നിട്ടുണ്ട് എത്ര മക്കളെ? 16 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കാണാൻ മനസ്സിലായല്ലോ എൻ്റെ മക്കൾക്ക്. ഇനി എൻ്റെ മക്കളെ നോക്കി, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്ത് നോക്കാം. മക്കളെ, അറ്റോമിക് നമ്പർ എത്ര മക്കളെ? 11 ആണ് അല്ലേ. മാസ് നമ്പർ എത്ര? 23 ആണ്. ഇനി പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ് എന്തൊക്കെ കാണേണ്ട മക്കളെ? പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ് ഒന്ന് കണ്ടു നോക്കാം. നോക്കിക്കോളി മക്കളെ, പ്രോട്ടോൺ എങ്ങനെ കാണാം, ഇലക്ട്രോൺ എങ്ങനെ കാണാം, ആദ്യം നമുക്ക് നോക്കാം. മക്കളെ, ഇതിങ്ങനെ കാണുമ്പോൾ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കണ്ട. ഇവിടെ തന്ന അറ്റോമിക് നമ്പർ എത്രേ? ആ അറ്റോമിക് നമ്പർ തന്നെയാണ് മക്കളെ പ്രോട്ടോണും ഇലക്ട്രോണും. കിട്ടിയോ? ഈ പ്രോട്ടോണും ഇലക്ട്രോണും എന്ന് പറഞ്ഞത് അതിൻ്റെ എന്താണ് മക്കളെ? അറ്റോമിക് നമ്പർ ആണ്. ഈ അറ്റോമിക് നമ്പർ തന്നെയാണ് എൻ്റെ പ്രോട്ടോണും ഇലക്ട്രോണും. ഇവിടെ തന്ന അറ്റോമിക് നമ്പർ എത്ര മക്കളെ? 11 അല്ലേ. അപ്പോൾ പ്രോട്ടോണും 11, ഇലക്ട്രോണും 11. സെറ്റല്ലേ മക്കളെ? അപ്പോൾ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് തന്നെ പ്രോട്ടോണും ഇലക്ട്രോണും അപ്പം തന്നെ കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് ആരും കൂടിയാണ്? ന്യൂട്രോൺ ആണ്. എങ്ങനെ ന്യൂട്രോൺ കാണാം? കുട്ടികൾ പലരും പറയാറുണ്ട്. സിമ്പിളാണ് മക്കളെ. എങ്ങനെ കാണാൻ ചോദിച്ചാൽ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മുകളിലത്തെ സംഖ്യന്ന് താഴത്തെ സംഖ്യ എന്ത് ചെയ്യുക? കുറക്കുക. മുകളിലത്തെ സംഖ്യ എത്ര മക്കളെ? 23. അടിയത്തെ സംഖ്യ എത്ര മക്കളെ? 11. അപ്പോൾ 23 മൈനസ് 11 എത്ര മക്കളെ? 12. കിട്ടിയോ മക്കളെ? അപ്പോൾ എങ്ങനെ ന്യൂട്രോൺ കാണാം? ന്യൂട്രോൺ കാണാൻ മാസ് നമ്പറിൽ നിന്നും എന്ത് കുറക്കുക? അറ്റോമിക് നമ്പർ കുറക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കിക്കോളി മക്കളെ, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എത്ര മക്കളെ? 8 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മാസ് നമ്പർ എത്ര മക്കളെ? 16 ആണ്. അപ്പോൾ അത് രണ്ടും കിട്ടിയ സ്ഥിതിക്ക് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കിട്ടൂലേ? എന്നാ പറഞ്ഞോളി, അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണും, അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണും. എന്നാൽ പ്രോട്ടോൺ എത്ര? 8. ഇലക്ട്രോൺ എത്ര? 8. ഇനി നമുക്ക് എന്തും കൂടി കാണണം? ന്യൂട്രോണ് കാണണം. ന്യൂട്രോണിന് കാണണമെന്നുണ്ടെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മുകളിലത്തെ സംഖ്യയിൽ നിന്ന് താഴത്തെ സംഖ്യ കുറക്കുക. എന്നാ പറഞ്ഞോളി മക്കളെ, 16 മൈനസ് 8 എത്ര മക്കളെ? 8. സെറ്റല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാൽഷ്യം 20, 40. ഇതെന്തായാലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? അടിയിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് സെറ്റാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അസ്ലം സാർ നിങ്ങളുടെ കൂടെയുണ്ട്, എജുപോർട്ടുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ കസിൻസിനോ അതുപോലെ തന്നെ 8, 9, 10 എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ ഈ വാട്സപ്പിൽ നമ്പറിൽ ഒന്ന് ഹായ് അയച്ചാൽ നിങ്ങൾക്കത് എത്തിയിരിക്കും. സെറ്റല്ല മക്കളെ? അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യ്, സെറ്റാക്കി വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.